അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നൂസിലു ബിൽ മുനാസിബി മിൻ ഹുറൂഫിൽ അത്ഫി. അപ്പോൾ അവിടെ ഓരോ ലൈനിൻ്റെയും അവസാനം ബ്രാക്കറ്റിൽ അത്ഫിൻ്റെ ഹർഫ് നൽകിയിട്ടുണ്ട്. അപ്പോൾ യോജിച്ചത് ഓരോന്നിൻ്റെയും വിട്ട ഭാഗത്ത് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ നോക്കാം. ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. അപ്പോൾ അവിടെ നൽകാനുള്ളത് ഔ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പകുതിയോ നമ്മൾ താമസിച്ചിരിക്കും എന്ന് അവർ പറഞ്ഞു. രണ്ടാമത്തത് ഖദിമൽ ഹുജ്ജാജു ഡേഷ് അൽ മുഷാത്തു. അവിടെ ഹെത്ത എന്നുള്ളതാണോ അല്ലെങ്കിൽ വ എന്നുള്ളതാണോ അല്ലെങ്കിൽ ഔ എന്നുള്ളതാണോ എഴുതാനുള്ളത്? ഹെത്ത എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് വായിക്കുമ്പോൾ ഖദിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്തു. ഖദിമൽ ഹുജ്ജാജു ഹാജിമാർ വന്നു. ഹത്തൽ മുഷാത്തു കാൽനടക്ക് പോയവർ വരെ. അപ്പോൾ കാൽനടയായിട്ട് ഹജ്ജിന് പോയ ഹാജിമാർ വരെ വന്നു. ഇനി മൂന്നാമത്തത് കുൻ ആലിമൻ ഡേഷ് മുതഅല്ലിമൻ. അപ്പോൾ അവിടെ ഔ എന്നാണോ ഹത്ത എന്നാണോ ലാക്കിൻ എന്നാണോ? അപ്പോൾ അവിടെ ഔ എന്നാണ് എഴുതേണ്ടത്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. ഒന്നെങ്കിൽ നീ ഇൽമു പഠിപ്പിക്കുന്നവനാവുക, അല്ലെങ്കിൽ കുൻ ആലിമൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നീ പണ്ഡിതനാവുക, ഔ അല്ലെങ്കിൽ മുതഅല്ലിമൻ നീ ഒരു ഇൽമു പഠിക്കുന്നവനാവുക. അപ്പോൾ അവിടെ ഔ എന്നാണ് വേണ്ടത്. നാലാമത്തത് തഅല്ലമൽ വലതു അൽ ഖുർആന ഡേഷ് അൽ ഹദീഥ. അപ്പോൾ അവിടെ ലാക്കിൻ സുമ്മ ഇമ്മ ഏതാണ് അവിടെ എഴുതാനുള്ളത്? സുമ്മ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തഅല്ലമൽ വലതു ആൺകുട്ടി പഠിച്ചു അൽ ഖുർആന ഖുർആനിനെ, സുമ്മ പിന്നെ അൽ ഹദീഥ ഹദീഥും. ആദ്യം ഖുർആൻ പിന്നെ ഹദീഥും. രണ്ടാമത്തത് ഹൽ വാലിദുക താജിറുൻ ഡേഷ് സാരിഉൻ. അവിടെ എന്നാണോ അല്ലെങ്കിൽ ഫ എന്നാണോ ഇമ്മ എന്നാണോ? എന്താണ്? ഹൽ വാലിദുൻ നിന്റെ വാലിദാണോ നിന്റെ ഉപ്പയാണോ? ഹൽ വാലിദുക നിന്റെ ഉപ്പയാണോ? താജിറുൻ കച്ചവടക്കാരനാണോ? സാരിഉൻ അല്ലെങ്കിൽ എന്താണോ? സാരിഉൻ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ. അപ്പോൾ അവിടെ എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തേത് നുകമ്മിലുൽ ജദ്വല എന്നുള്ളതാണ്. അവിടെ കൊടുത്ത ബോക്സ് ഫില്ല് ചെയ്യാൻ. ഒന്നാമത്തത് ഫിഅലാണ്, രണ്ടാമത്തത് ഫായിലാണ്, മൂന്നാമത്തത് മഫ്ഊലാണ്, നാലാമത്തത് ഫിഅലാണ്, അത് കഴിഞ്ഞിട്ട് നായിബു അനിൽ ഫായിലാണ്. അപ്പം ഒന്നാമത്തത് ഫതഹത്തി എന്നുള്ളതിൻ്റെ ഫായിൽ എന്താണ് വരിക? ഫതഹത്തിൽ ബിന്തു. അപ്പോൾ ഈ ഫതഹത്തിൽ ബിന്തു എന്നുള്ളതിൽ ഫതഹത്തി എന്നുള്ളത് ഫിഅലാണ്, ബിന്തു എന്നുള്ളത് ഫായിലാണ്. ഇനി മഫ്ഊൽ അൽ ബാബ. അപ്പോൾ ഫതഹത്തിൽ ബിന്തു അൽ ബാബ എന്നുള്ളതിലെ ബാബ എന്നുള്ളത് മഫ്ഊലാണ്. ഇനി അതിലുള്ള ഫിഅൽ ഏതാണ്? ഫുത്തിഹ നായിബു അനിൽ ഫായിൽ വരുമ്പോൾ അൽ ബാബു എന്ന് വരും. അപ്പോൾ ഫതഹത്തിൽ ബിന്തു അൽ ബാബ പിന്നെ ഫുത്തിഹൽ ബാബ നമ്മൾ നായിബു ഫായിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്താക്കുക? നായിബു ഫായിലാക്കി എഴുതുമ്പോൾ ഫുത്തിഹൽ ബാബു എന്നാണ് വരിക. അതിൽ അൽ ബാബു എന്താണ്? നായിബു ഫായിലാണ്. ഇനി അടുത്തത് കസറത്തിൽ ഹിറത്തു. അപ്പോൾ അവിടെ ഫായിലാണ് എഴുതാൻ പറഞ്ഞത്. കസറത്തിൽ ഹിറത്തു അസുജാജ. അപ്പോൾ അവിടെ സുജാജ എന്നുള്ളത് എന്താണ്? മഫൂലാണ്. ഇനി അതിൻ്റെ ഫീലും നായിബു അനിൽ ഫായിലും എങ്ങനെ വരും? കുസിറത്തി സുജാജ എന്ന് വരും. ഇനി അടുത്തത് യുൻസിലുല്ലാഹുൽ മത്തറ. അപ്പോൾ അതിൽ ഫീലും നായിബു ഫായിലും എങ്ങനെ വരും? യുൻസലുൽ മത്തറു എന്ന് വരും. ഇനി അടുത്തത് അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയാലോ അല്ലേ? യുൻസിലുല്ലാഹു മത്തറ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു മഴയെ ഇറക്കപ്പെടും. അപ്പോൾ യുൻസിലുൽ മത്തറ എന്നാൽ മഴയെ ഇറക്കപ്പെട്ടു, മഴയെ വർഷിക്കപ്പെട്ടു എന്നൊക്കെ വരും. ഇനി അടുത്തത് ലറബൽ വലതു. ലറബ അടിച്ചു, അൽ വലതു അൽ അഖറബ. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? ലറബൽ വലതു എന്നുള്ളതാണ് ഫായിൽ, മഫൂൽ എന്താണ്? അഖറബ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫീലും നായിബു ഫായിലും എങ്ങനെ വരും? ളുരിബൽ അഖറബു എന്ന് വരും. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. നുക്കമ്മിലു പൂർത്തിയാക്കിയിട്ട് എഴുതാനാണ്. അൽ ഫിഅലു നവാനി മഅറൂഫുൻ വ ഡാഷ് ഇദാ ദുക്കിറ മഅൽ ഫിഅലി ഫായിലുഹു ഡാഷ് വ ഇല്ല
ഡാഷ് മജ്ഹൂലൻ. അപ്പോൾ അവിടെ എങ്ങനെ വരും? അൽ ഫിഅലു നവാനി, ഫിഅലുകൾ രണ്ട് വിധമാണ്. ഒന്നാമത്തത് മഅറൂഫുൻ, രണ്ടാമത്തതോ മജ്ഹൂൽ, രണ്ടാമത്തത് മജ്ഹൂലാണ്. ഇദാ ദുക്കിറ മഅൽ ഫിഅലി, ഫിഅലിൻ്റെ കൂടെ പറയപ്പെട്ടാൽ ഫായിലുഹു, അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടാൽ യുസമ്മ മഅറൂഫൻ, അതെന്തായിരിക്കും? മഅറൂഫ് ആയിരിക്കും. അതിന് മഅറൂഫ് എന്ന് പേര് വെക്കപ്പെടും. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫിഅലിനോട് കൂടെ അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് പറയും? യുസമ്മ. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ യുസമ്മ പേര് വെക്കപ്പെടും മജ്ഹൂലൻ. അപ്പോൾ അവിടെ മജ്ഹൂലൻ എന്നും യുസമ്മൽ മഅറൂഫൻ എന്നും യുസമ്മ എന്നും ഉള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അടുത്തത് നുമയ്യിസു എന്നുള്ളതാണ്. അവിടെ 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. മഫൂലും ഫീഹി, മഫൂലും ബിഹി, മഫൂലും മുത്തലക്ക്. ആ ഒരു ബ്രാക്കറ്റിൽ ഈ ഒരു 3 മഫൂലും ഫീഹിയും നൽകിയിട്ടുണ്ട്, മഫൂലും ബിഹിയും നൽകിയിട്ടുണ്ട്, മഫൂലും മുത്തലക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും നേരെ അതിന് ശരിയായത് മാത്രം എടുത്തെഴുതാനാണ്. അതാ മഫൂലും ഫീഹിയാണ്. മഫൂലും ഫീഹി ഏതാണ്? അതിൽ യർജിഉൽ ഔലാദു മിനൽ മദ്റസത്തി മസാഅൻ എന്നുള്ളതാണ്. ഇനി മഫൂലും ബിഹിയോ ശരീബത്ത് തിഫ്ലുൽ ഹലീബ എന്നുള്ളതും നവ്വറൽ ഖാദിമു മിസ്ബാഹ എന്നുള്ളതും. ഇനി അടുത്തത് മഫൂലുൽ മുത്തലഖ് ഏതൊക്കെയാണ്? ആഷൽ ആലിമു ഈഷത്തൽ മസാക്കീനി യഅ്കുലുൽ ഖിറുദുൽ മൗസ അഖിലത്തൻ എന്നുള്ളതാണ്. ഇനി നുബയ്യിനു വ്യക്തമാക്കി എഴുതാനാണ്. അൽ മഫൂലുൽ മുത്തലഖ്. മഫൂലുൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്ദറുൻ, അതൊരു മസ്ദറാണ്. ദുക്കിറ ബഅദ ഫിഅലി ലി ബയാനി നൗഇൽ ഫിഅലി, ഫിഅലിന്റെ ഇനത്തെ വിശദീകരിക്കുന്ന, ഔ ലി തൗക്കീദിൽ ഫിഅലി ഔ ലി ബയാനി അദദിഹി. അപ്പം മസ്ദറാണ്. ദുക്കിറ പറയപ്പെടും ബഅദൽ ഫിഅലിഹി, അതിൻ്റെ ഫിഅലിന്റെ ശേഷം പറയപ്പെടും. ലി ബയാനി നൗഇൽ ഫിഅലിഹി, ഫിഅലിന്റെ ഇനത്തിന്റെ വിശദീകരണത്തെയും ഫീലിൻ്റെ ഇനത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടിയും, അല്ലെങ്കിൽ ഈ തൗക്കീദുൽ ഫീൽ, ഒരു ഫീലിനെ കട്ടിയാക്കി അഥവാ ഊന്നി പറയുന്നതിനെയും, പിന്നെയോ ഔ ലി ബയാനി ആദതി, അതിൻ്റെ എണ്ണത്തിനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയും. അപ്പോൾ ഇതിനൊക്കെ ആണ് എന്ത് പറയുക? മഫൂലും മുത്തലക്ക് എന്ന് പറയുക. ഇനി മഫൂലും ലഹു എന്താണ്? മസ്ദറുൻ, അതൊരു മസ്ദറാണ്. യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലി അല്ലദി ഖബ്ലഹ, അതിൻ്റെ മുമ്പ് വന്ന ഫിഅലിൻ്റെ സംഭവിച്ച കാരണത്തെ വിശദീകരിക്കും. ആ ഫിഅൽ സംഭവിച്ച കാരണത്തെ വിശദീകരിക്കുന്നതിനാണ് എന്ത് പറയുക? മഫൂലുൻ ലഹു എന്ന് പറയുക. മൂന്നാമത്തത് മഫൂലു ഫീഹി എന്താണ്? ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഅലി ഔ മക്കാനി, ഒരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടന്ന സ്ഥലത്തിൻ്റെയോ കാലത്തിൻ്റെയോ മേൽ അറിയിക്കുന്ന ഒരു ഇസ്മാണ് എന്ത് പറയുക? മഫൂലും ഫീഹി എന്ന് പറയുക. ഇനി അടുത്തത് നുതർജിമു എന്നുള്ളതാണ് 6ാമത്തെ പ്രവർത്തനം. യഖ്തഫൽ മുജ്രിമു ഖൽഫൽ ജിദാരി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കുറ്റവാളി ചുമരിനു പിന്നിൽ ഒളിച്ചിരുന്നു. രണ്ടാമത്തത് ഫതഹൽ ഖാദിമുൽ ബവ്വാബത, വേലക്കാരൻ ഗേറ്റ് തുറന്നു. ഇനി അവസാനത്തെ 7ാമത്തെ പ്രവർത്തനം നുഗരിബ്, അറബിയിലാക്കാണ്. മത്സരത്തിൻ്റെ അറബി എന്താണ്? മുബാറാത്തുൻ. രണ്ടാമത്തത് യുദ്ധക്കളം, മഗ്റഖുൻ. മൂന്നാമത്തത് എന്താണ്? കൂരൻ, എന്താണ്? ഫഗ്ലബ്. 4ാമത്തത് മുക്കാലി സ്റ്റൂൾ, ഉസ്കുംലത്ത് എന്നാണ് പറയുക. അപ്പോൾ ദുആവസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.